എൻ്റെ പുതിയ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ വീഡിയോയിൽ ഒരു അധ്യാപകൻ കുറെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പ്രബന്ധമോ എന്തോ അവതരിപ്പിക്കുന്ന ഒരു ഹാളിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് അധ്യാപകനോട് ചോദിച്ചു, സാറിനെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന കാര്യം ഏതാണ്? അപ്പോൾ ആ അധ്യാപകൻ വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അത് ആ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊതുവിദ്യാലയങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഓരോ വിദ്യാർത്ഥിയും പൊതുവിദ്യാലയത്തിലേക്ക് പോകുന്നതും അവിടെ പെരുമാറുന്നതും മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകി ഒരു സാംസ്കാരികമായിട്ടുള്ള തലത്തിൽ ബൗദ്ധികമായും സാംസ്കാരികമായിട്ടുള്ള ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്ന വലിയൊരു പങ്ക് സ്കൂളുകൾക്കുണ്ട്. ആ പൊതുവിദ്യാലയത്തിലെ സ്കൂളുകൾക്കാണ് അതിലേറ്റവും മുൻപന്തിയിൽ ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ആ അധ്യാപകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ആദ്യം കാണാം, അതിനുശേഷം നമുക്ക് ബാക്കി വിശകലനത്തിലേക്ക് പോകാം. സുജിഷ, PTMHSS താഴെക്കൂട്. സാർ ഇവിടെ ഒരു അച്ഛനെ പറ്റി പറഞ്ഞല്ലോ, മാനന്തവാടിയിലേക്ക് ബസ്സിൽ പോയ അത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോ സാറിന്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി തോന്നിയ ഒരു അനുഭവം പങ്കുവയ്ക്കുമോ? എന്റെ ജീവിതത്തിലെ അനുഭവം വളരെ പേഴ്സണലായ ഒരു അനുഭവം പറയാം. ഒരുപക്ഷെ അതിനൊരു സാമൂഹിക പ്രസക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് പറയാം കേട്ടോ. നമ്മുടെ മോന് 4ാം ക്ലാസ് വരെ ഒരു CBSE സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. 4ാം ക്ലാസ് വരെ. അപ്പോ ആ സ്കൂളിൽ അവന്റെ സമുദായത്തിലെ ആളുകളെ മാത്രമേ കാണുള്ളൂ. പിന്നെ അതിലൊരു അപകടം ഉണ്ട് നമുക്ക് മനസ്സിലായി. അതിന്റെ ഇടയിൽ ഒരു കവിതയും വായിച്ചു. സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അയാളുടെ ഒരു കവിത ഉണ്ട്. ഒരു സ്വാതന്ത്ര്യ ദിനത്തിലോ മറ്റോ അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു കവിതയാണ്. ആ കവിത ഇങ്ങനെയാണ്: എൻ്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ, എൻ്റെ മകൻ സെന്റ് തോമ ഇംഗ്ലീഷ് സ്കൂളിൽ, അവന്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ, നിന്റെ മകനും മകളും വിവേകാനന്ദ വിദ്യാഭവനിൽ. ഒരേ പാഠപുസ്തകം വായിച്ച് ഒരേ വിശപ്പ് ഭക്ഷിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂള് ഇപ്പോഴുമുണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ വാളും കുരിശും തൃശൂലവുമായി നമ്മുടെ മക്കൾ പോരിനിറങ്ങുമ്പോൾ നടുക്കുവീണ് തടുക്കുവാൻ അവരെങ്കിലും മിടുക്കരാവട്ടെ. കവിത ഇത് വായിച്ച അന്നേ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമാണ്, മോനെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്ന്. കാരണം അവന്റെ സമുദായത്തിലുള്ളവർ മാത്രം. അതിന് അപകടം മനസ്സിലായില്ലേ? അവന്റെ സമുദായത്തിലുള്ള അവനെ പോലെയുള്ള മനുഷ്യന്മാരെ മാത്രം അവൻ കാണുക. അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ പരിപാടി വേണ്ട. അങ്ങനെ പൊതുവിദ്യാലയത്തിലേക്ക് ചേർത്തു. പൊതുവിദ്യാലയത്തിലാണ് അവൻ 5ാം ക്ലാസ്സിൽ മുതൽ അവൻ പൊതുവിദ്യാലയത്തിലാണ്. അപ്പൊ എല്ലാ ദിവസവും ഇവന് ഓട്ടോറിക്ഷയിലാണ് സ്കൂളിലേക്ക് പോവുക. ചില ദിവസം ഓട്ടോറിക്ഷ മിസ്സാവും, കിട്ടാതെ പോവും. ആ സമയത്ത് നമ്മൾ നമ്മുടെ കാറില് അവനെ കൊണ്ടുപോകും സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സ്കൂളിന്റെ വലിയ മതിലാ. ആ മതിൽ തുടങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ അവൻ പറയും, ഇവിടെ നിർത്തിയാൽ മതി, വണ്ടി സ്കൂളിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ അവിടെ നിർത്തി കൊടുക്കും. അവരിറങ്ങിയിട്ട് കുറേ നടക്കണം. അങ്ങനെ നടന്ന് അവൻ ക്ലാസ്സിലേക്ക് പോകും. ഒരു ദിവസം ഞാൻ സ്കൂളിന്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ധാരാളം കാറുകളുണ്ട്. മാഷന്മാരുടെ ഒക്കെ കാറുകളായിരിക്കും, ഒരുപാട് കാറുകളുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ സ്കൂളിനകത്ത് ഒരുപാട് കാറുണ്ടല്ലോ, പിന്നെന്താ നമ്മുടെ കാർ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. മോള് ചോദിച്ച ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം അതാണ്. അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അബ്ബാ,
സ്വന്തമായി ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കാറൊക്കെ കണ്ടാല് അവർക്ക് സങ്കടാവും. അബ്ബാ, ഞാനപ്പോ ആലോചിച്ചത് എന്താണെന്നറിയോ, അവൻ പഴയ സ്കൂളിൽ തന്നെയാണ് പഠിക്കണമെങ്കിൽ നമ്മുടെ കാർ അത്ര പോരാന്ന് പറയാ. നമ്മുടെ കാറൊന്നും അത്ര പോരാ എന്നാണ് അവൻ പറയാ. ഇപ്പൊ അവന് മനസ്സിലായി, അച്ഛനൊരു ദിവസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ പട്ടിണിയാകുന്ന വീടുള്ള മനുഷ്യന്മാരുണ്ട് നാട്ടിൽ നിന്ന്. സ്വന്തമായി ഒരു ബൈക്ക് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടാവും, പക്ഷെ സ്വന്തമായി വെച്ചെഴുതാൻ ഒരു മേശ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ടടാ. സ്വന്തമായി ഇറങ്ങുന്ന ബൈക്ക് സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്, സ്വന്തമായി ഒന്ന് വെച്ചെഴുതാനേ ഒരു മേശ സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. ഒരച്ഛന്റെ ചൂട് അനുഭവിക്കാത്ത കുട്ടികളുണ്ട്. അമ്മയ്ക്ക് അസുഖമുള്ളത് കൊണ്ട് പഠനം വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിലേ അവർക്ക് നമ്മൾ മനുഷ്യന്മാരെ കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിലായി തന്നെ. ഇതാണ് ആ അധ്യാപകൻ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയല്ല, പുള്ളിയുടെ ആ സാറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ആ കുട്ടികളുമായി സംബന്ധിച്ചത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ബൗദ്ധികവും സാംസ്കാരികവും അവന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു മികച്ച ഒരു മനുഷ്യനായും വളരുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാലയങ്ങളുടെ ആ ഒരു പ്രസക്തിയാണ് ആ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. തീർച്ചയായും പൊതുവിദ്യാലയങ്ങൾ ഉയർന്നു തന്നെ നിൽക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാം, കേരളത്തിലെ പ്രത്യേകിച്ചും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് കാണിക്കുന്ന ആർജവവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അതിലൂടെയെല്ലാം നമുക്ക് ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസ മേഖല, അതായത് പൊതുവിദ്യാലയ മേഖല സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ആ അധ്യാപകൻ നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്.